إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الأنبياء 24-ാമത്തെ ആയത്ത് വിശദീകരണം അമിത്തഖദൂ മിൻ ദൂനി അതല്ല അമിത്തഖദൂ അവർ സ്വീകരിച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുകയാണോ മിൻ ദൂനിഹി അവനു പുറമെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനു പുറമെ ആലിഹതൻ ചില ഇലാഹുകളെ അവർ സ്വീകരിച്ചിരിക്കുകയാണോ? കുൽ നബിയെ താങ്കൾ പറയൂ അല്ലെങ്കിൽ പ്രസ്താവിക്കൂ. ഹാത്തു ബുർഹാനക്കും ഹാത്തു നിങ്ങൾ കൊണ്ടുവരൂ ബുർഹാനക്കും നിങ്ങൾക്കുള്ള തെളിവ് അതിനുള്ള തെളിവ് നിങ്ങൾ കൊണ്ടുവരൂ. ആ ഇലാഹുകൾ യഥാർത്ഥ ഇലാഹാണോ അല്ലേ എന്നുള്ളതിന് തെളിവ് നിങ്ങൾ കൊണ്ടുവരണം. അല്ലാതെ വെറുതെ ജൽപ്പനങ്ങൾ നടത്തിയാൽ പോരാ എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. ഹാദാ ദിക്റു മൻ മഈ ഹാദാ ഇദാ ദിക്റു ഉൽബോധനം മൻ മഈ എന്റെ കൂടെയുള്ളവരുടെ ദിക്ർ ഇദാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. അതായത് ഇതാണ് എന്റെ കൂടെയുള്ളവരുടെ ദിക്ർ. അതായത് ഖുർആൻ മുന്നോട്ട് വെക്കുകയാണ്. വദിക്റു മൻ ഖബിലി എനിക്ക് മുമ്പുള്ളവരുടെ കൂടെയുള്ളവരെ ദിക്റും എന്ന് പറഞ്ഞാൽ തൗറാത്ത് അതുപോലെ സബൂർ ഇഞ്ചീൽ മുതലായ ഒരുപാട് വേദങ്ങൾ മുൻകാലങ്ങൾ അവതരിച്ചിട്ടുണ്ട്. അത്തരം വേദങ്ങളുടെ സത്യസന്ധതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സത്യപ്പെടുത്തുകയാണ്. ബൽ അക്സറുഹും പക്ഷേ അക്സറുഹും അവരിൽ അധിക പേരും ലാ യഅലമൂനൽ ഹഖ് യാഥാർത്ഥ്യം അറിയാത്തവർ തന്നെയാണ്. ആ മനുഷ്യകുലത്തിൽ അധിക പേരും യാഥാർത്ഥ്യം അറിയാത്തവരാണ്. ഫഹും അപ്പോൾ അവർ മുഅ്രിദൂൻ തിരിഞ്ഞു കളയുന്നവരുമാകുന്നു. സത്യത്തിൽ നിന്നും സൽപന്ഥാവിൽ നിന്നും തിരിഞ്ഞു കളയുന്നവരാകുന്നു അവർ. ആദ്യം അവർ ആദം നബി അലൈഹിസ്സലാമിന്റെ 10 തലമുറ യാതൊരു തരത്തിലുള്ള ശിർക്കോ കുഫ്റോ ഇല്ലാതെ ശുദ്ധമായ തൗഹീദിൽ ജീവിച്ചവരായിരുന്നു. അതിനുശേഷമാണ് മനുഷ്യകുലത്തിൽ നിന്നും ഓരോ സമുദായങ്ങൾ കുഫറിലേക്കും ശിർക്കിലേക്കും വഴിമാറിപ്പോകുകയും അങ്ങനെ അവരെ തിരുത്താനും സൽപാന്താവിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുമാകുന്നു ഓരോ റസൂലുമാരെ 313ഓളം റസൂലുമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രന്ഥം നൽകി അയച്ചത്. അതിലെ അവസാനത്തെ പ്രവാചകനാകുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയുടെ കൂടെ അവതരിച്ച ഗ്രന്ഥമാകുന്നു ഖുർആൻ. ആ ഖുർആൻ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യേണ്ടത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാകുന്നു. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.